ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാജ്യത്ത് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഏറ്റവും സുപ്രധാനവും നിർണായകവുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അക്കാദമിക് രംഗത്തും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന ആളുകളും വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് ചില രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അഥവാ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമല്ല എന്ന് വ്യക്തമായ തെളിവോടുകൂടിയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തോട് സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം അതൊരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇതിലെ ഏറ്റവും സവിശേഷമായ കാര്യം, ഓരോ 5 വർഷം കൂടുമ്പോഴും ജനങ്ങൾക്ക് അവരുടെ ഭരണാധികാരികളെ മാറ്റാനുള്ള അവകാശം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നുള്ളത്, ഇന്ത്യയിലെ 18 വയസ്സ് തികഞ്ഞ ഓരോ പൗരന്മാർക്കും വോട്ടവകാശം അഥവാ സമ്മതിദാന അവകാശം ഉണ്ട്. അത് ആർക്ക് വിനിയോഗിക്കണമെന്ന് അവർക്ക് സ്വന്തമായി തീരുമാനിക്കാം. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിരക്ഷരാണോ, അല്ലെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവരാണോ, നിങ്ങൾ കൂലിപ്പണിക്കാരാണോ, നിങ്ങൾ ഒന്നുമല്ലാത്ത സാധാരണക്കാരാണോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കഴിവുമുള്ള APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ശാസ്ത്രജ്ഞരാണോ, എങ്കിൽ പോലും നിങ്ങളുടെ വോട്ടിനുള്ള മൂല്യം ഒന്നു തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണാധികാരികളെ, നിങ്ങളെ നയിക്കേണ്ട സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ പൂർണ്ണമായിട്ടുള്ള അവകാശം നൽകുന്നു എന്നതാണ് ഇന്ത്യയുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നയമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ സുതാര്യമായി നടത്തേണ്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അതിനെ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നുവെന്നും അവർ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് തെളിവുകളോടുകൂടി രാജ്യത്തോട് സംസാരിച്ചിരിക്കുന്നത്. അന്ന് അവിടെ കൂടിയ മീഡിയ പ്രവർത്തകരുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി ഓരോന്നായി ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തെ സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ അവകാശങ്ങൾക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിലവിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന് അഥവാ RSSന്റെ പിന്തുണയുള്ള ഒരു സംവിധാനത്തിന് മാത്രം അവരുദ്ദേശിക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ പര്യാപ്തമായ രീതിയിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ്. ബംഗളൂരുവിലെ മഹാദേവിപുര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയമാണ് ഇത് വ്യക്തമായിട്ട് ആ ഒരു മണ്ഡലം പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമും ഈ പഠനം നടത്തിയിരിക്കുന്നത്. അവിടെയുള്ള വ്യാജ വോട്ടർമാർ, അവിടെ 5 മണിക്ക് ശേഷം പോളിംഗ് ബൂത്തിൽ ഉണ്ടായ അസാധാരണമായ പോളിംഗ് വർധനവ്, അതുകൂടാതെ തന്നെ ഒരേ പേരിൽ പലയിടത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ, അഡ്രസ് ഇല്ലാത്ത, മേൽവിലാസമില്ലാത്ത വോട്ടർമാർ, ഇങ്ങനെ തുടങ്ങിയ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ വോട്ടർ പട്ടിക തന്നെ കൃത്രിമത്വം നിറഞ്ഞതാണ് എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. അതുകൂടാതെ തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയും, അതുപോലെ തന്നെ ഹരിയാന അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നുള്ള ജനവിധിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യവും. അതിനുതകുന്ന തെളിവുകൾ നിരത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് വീണ്ടും ഗാന്ധിയോട് പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. അഥവാ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട, തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ജനാധിപത്യ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള
വളരെ ഗുരുതരമായ ആരോപണങ്ങളുമായി അതിനുതകുന്ന ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കയ്യിൽ നിന്നും കൊടുത്ത ഡാറ്റകൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതൊരു അഫിഡവിറ്റായി സത്യവാങ്മൂലമായി നിങ്ങൾ സമർപ്പിക്കണമെന്നാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിന് പറഞ്ഞ മറുപടി, ഞാൻ സത്യവാങ്മൂലം അതായത് സത്യപ്രതിജ്ഞ പാർലമെന്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഞാൻ ഔദ്യോഗികമായിട്ട് തന്നെ ഭരണഘടനാ പ്രകാരം അവിടെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ പൊറാട്ട് നാടകങ്ങൾക്ക് നിന്ന് കൊടുക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ സുവ്യക്തമാണ്. ഇവിടെ ഒരു പരാതി കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കൃത്രിമത്വം നടത്താൻ ഉതകുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് പരാതി തരുമെന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരാൾക്കെതിരെ പരാതി ഉന്നയിക്കുമ്പോൾ അയാളോട് തന്നെ അത് പരാതിയായി ബോധിപ്പിക്കണമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. നമ്മൾ തമ്മിൽ ആരെങ്കിലും പരസ്പരം കലഹമുണ്ടായാൽ നമ്മളെ അടിച്ചയാളോ അല്ലെങ്കിൽ നമ്മളെ മർദ്ദിക്കാൻ വന്ന ആളുകളോ പോയിട്ട് നേരിട്ട് പരാതി പറയുന്ന ഒരു പ്രവണതയുണ്ടാക്കാൻ സാധിക്കുമോ? കഴിയില്ല. കാരണം നമ്മളെ ആക്രമിക്കാൻ വന്ന ആളുകൾക്കെതിരെയാണ് നമ്മൾക്ക് പരാതിയുള്ളത്. അപ്പോൾ നമ്മൾ പോകുക സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനുകളിലേക്കായിരിക്കും, അതായത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിലേക്കായിരിക്കും. അങ്ങനെ അവിടെയാണ് ഇത് പരാതിപ്പെടേണ്ട സ്ഥലം എന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ഒരു പ്രശ്നം വന്നിരിക്കുന്നു. അഥവാ ഈ നിയമ നടപടി സ്വീകരിക്കേണ്ട ആളുകൾ തന്നെ നമ്മളെതിരായ തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നു. വീണ്ടും അവർ പറയുന്നു ഞങ്ങൾക്ക് എതിരെയുള്ള പരാതി ഞങ്ങൾക്ക് തന്നെ തരൂ എന്ന്. അതൊരിക്കലും അസാധ്യമായ കാര്യമാണ്. ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഇലക്ഷൻ കമ്മീഷനെയാണ്. ആ ഇലക്ഷൻ കമ്മീഷന് തന്നെ പരാതി സമർപ്പിക്കണമെന്നുള്ള ഒരു വിരോധാഭാസമായ സമീപനമാണ് അവിടെ നിന്നുണ്ടാവുന്നത്. കൃത്യമായിട്ട് ഈ വിഷയത്തിൽ വേണ്ടത് ജുഡീഷ്യൽ എൻക്വയറിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമുള്ള ചാനൽ ചർച്ചകളിലടക്കം ചില ആളുകൾ പറഞ്ഞത്, നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കൂ, സുപ്രീം കോടതിയിൽ പറയൂ, അല്ലെങ്കിൽ കോടതികളെ സമീപിക്കൂ എന്നാണ്. എന്നാൽ രാജ്യത്തെ നിയമപ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം കോടതികളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികളുമായി വന്നാൽ അതിൽ തീർപ്പുണ്ടാക്കാൻ വർഷങ്ങൾ വേണ്ടിവരുന്നു. നേരത്തെ EVM ക്രമക്കേട് ആരോപണവുമായി ഇലക്ഷൻ കമ്മീഷന്റെ സുതാര്യമല്ലാത്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പരാതികളാണ് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത ബോധിയായ സുപ്രീം കോടതിയിൽ പോലും എത്തിയിട്ടുള്ളത്. പക്ഷേ അവിടങ്ങളിലൊക്കെ അതിന് തീരുമാനമാകാത്ത അവസ്ഥയും ഹർജിക്കാരുടെ ഹർജിയിൽ നടപടികൾ ഉണ്ടാവാത്ത അവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയയിൽ സുപ്രീം കോടതിയോ ബന്ധപ്പെട്ട കോടതികളെയോ സമീപിക്കാൻ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷത്തിന് പോലും ഇവിടെ ഒരു വിശ്വാസ്യതാ നഷ്ടം ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കുന്നോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു ജനവിരുദ്ധമായ ജനങ്ങൾക്കെതിരായ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾക്കെതിരായ ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ജനവികാരം പൂർണ്ണമായിട്ടും വിരുദ്ധമായ ഒരു വിഭാഗമാണ് ഭരണത്തിലേറിയിരിക്കുന്നത്. അത് അവരുടെ മറ്റുള്ള ചില കൃത്രിമത്വമായ കാര്യങ്ങൾ കൊണ്ടാണ്. അഥവാ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഭാഷ കടമെടുത്താൽ ചോരി കറിയാതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെ മോഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത്. അഥവാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നിലവിലുള്ള ഇന്ത്യയുടെ നയിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം എന്നുള്ളത് കൃത്രിമത്വത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇവിടത്തെ ജനവികാരം അട്ടിമറിക്കപ്പെട്ടുന്നു എന്നുള്ള ആശയമാണ്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറയുന്നത്. മാത്രമല്ല അതിനുതകുന്ന തെളിവുകളാണ് അദ്ദേഹം പുറത്തുവരുന്നത്. ഒരാളാണെങ്കിൽ പോലും കൃത്രിമത്വമായ തെളിവുകളോടുകൂടി അല്ലെങ്കിൽ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നിറച്ചുകൊണ്ടുള്ള ഒരാളുടെ പേരെങ്കിലും ഉണ്ടെങ്കിൽ അയാളുടെ സമ്മതിദാനാവകാശം ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ജനത്തിന് എതിരായ, ജനഹിതത്തിനെതിരായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കപ്പെടാൻ ഉതകുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമത്വം ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമായ അവരുടെ സമ്മതിദാന അവകാശത്തിന് മേലാണ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഈ സംവിധാനങ്ങളും കൈകടത്തിയിരിക്കുന്നത്. ജനകീയമായ പ്രതിഷേധങ്ങളാണ് ഇതിൽ ആവശ്യമെന്നാണ്
വിവിധ തുറങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങളായി ഉയരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 2014 ശേഷം ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കോ സംഘടിപ്പിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2014 ശേഷം ഇന്ത്യ രാജ്യത്തിലെ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അല്ലെങ്കിൽ സംഘടിതമായോ പൂർണ്ണമായിട്ടോ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. മറുഭാഗത്ത് ഇവിടെയുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എന്നുള്ളത് ഒന്ന് CAA NRC സമരമായിരുന്നു, അത് മറ്റൊന്ന് എന്നുള്ളത് കർഷക സമരമായിരുന്നു. രാജ്യത്തെ ഭരണകൂടത്തെ കൃത്യമായിട്ട് വിറപ്പിച്ചു കളഞ്ഞ ഈ രണ്ട് സമരങ്ങൾക്ക് പിന്നിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു മേൽനോട്ടമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമോ ഉണ്ടാക്കാനുള്ള പിന്തുണയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് ജനകീയമായി ഉരുത്തിരിഞ്ഞു വന്ന സമരങ്ങളാണ്. കർഷക സമരം എന്നുള്ളത് പൂർണ്ണമായിട്ടും കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ നടത്തിയ സമരങ്ങളാണ്. ഇപ്പുറത്ത് തിരിച്ച് CAA NRC സമരമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇരകളാക്കപ്പെടുന്ന വിശിഷ്യ മുസ്ലിം സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കറിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിസ്റ്റുകളും നേതൃത്വം നൽകിയ സമരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേൽനോട്ടത്തിൽ അവരുടെ വലിയ നേതൃത്വ പാടവത്തോടു കൂടി നടത്തിയ സമരങ്ങളല്ല ഇത്. ജനങ്ങളുടെ ഇടയിൽ നിന്നും ജനവികാരം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടുണ്ടായ സമരങ്ങളാണ്. എന്നാൽ CAA സമരത്തെ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയതും അതിനെ പിന്തുണച്ചതുമായ സംഘടനകളെ വേട്ടയാടുകയും അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ പല രീതിയിലുള്ള വകുപ്പുകൾ ചാർത്തി രാജ്യത്ത് ജയിലിലടക്കുകയുമാണ് ചെയ്തത്. മറുഭാഗത്ത് കർഷക സമരവുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ആളിപ്പടർന്നപ്പോൾ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ അത് പ്രശ്നമാണെന്ന് മനസ്സിലായപ്പോൾ അതിനെതിരെയുള്ള അനുരഞ്ജന സമീപനങ്ങളാണ് കേന്ദ്രം സ്വീകരിച്ചത് എന്നതാണ്. അപ്പോൾ ഈ രണ്ട് പ്രതിഷേധങ്ങളും രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളും ഉണ്ടായത് ജനവികാരങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സുതാര്യതയോടുകൂടി പ്രവർത്തിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം രാജ്യം പൂർണ്ണമായിട്ടും നേരത്തെ ഒരു ജർമ്മനിയിൽ ഉണ്ടായതുപോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെടുമോ എന്നുള്ളതാണ്. അതായത് കേവലമായ തെരഞ്ഞെടുപ്പ് പ്രഹസനങ്ങൾ രാജ്യത്തുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ടും മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു കോമഡി സർക്കസ് പോലെയുള്ള പരിപാടികളാക്കി മാറ്റുമോ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഭരണകൂടം വിചാരിക്കുന്ന, നിലവിലുള്ള സർക്കാരുകൾ വിചാരിക്കുന്ന ആളുകൾ മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ തെരഞ്ഞെടുപ്പുകൾ പോലും പ്രഹസനങ്ങളാകും. നിലവിൽ ബീഹാറുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്നും 56 ലക്ഷം പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനിയും ഒഴിവാക്കലുകൾ തുടരുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് അവരുണ്ടാക്കിയ ചില ക്രൈറ്റീരിയകൾ കൃത്യമായിട്ട് ഇതുവരെയും വോട്ട് ചെയ്ത ആളുകൾക്ക് പോലും വോട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു സംസ്ഥാനത്താണ് ഈ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ വിവേചനപരമായി പ്രവർത്തിക്കുകയും ചില ആളുകൾക്കുമായി വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചതോടുകൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ് എന്നുള്ളത് ചോദ്യവും അവിടെ ബാക്കിയാവുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലാ രീതിയിലുമുള്ള പ്രശ്നങ്ങൾ നേരിട്ടെങ്കിൽ പോലും ഇത് കണ്ടെത്താൻ ഉതകുന്ന രീതിയിൽ പരമാവധി പണിയെടുത്ത് അദ്ദേഹം രാജ്യത്തോട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുന്നു. ഇനി ഇവിടത്തെ പൗരന്മാരാണ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. തങ്ങൾ ചെയ്യേണ്ട വോട്ടുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ചെയ്താൽ, ഭൂരിഭാഗം ആളുകളും അത്തരം വോട്ടുകൾ ചെയ്താൽ പോലും അതിനെ മറികടക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി എന്നുള്ള ഇന്ത്യയുടെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉത്തരവാദിത്വം നിറവേറ്റിയതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ എന്ത് നേട്ടമുണ്ടാക്കുമെന്നുള്ള
ചോദ്യം അപ്രസക്തമാക്കിക്കൊണ്ട് അദ്ദേഹം നേട്ടമുണ്ടാക്കിയാലും ഇല്ലെങ്കിൽ പോലും ഒരു ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തെ ജനതയോടുകൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നത് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളല്ല, സംശുദ്ധമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളല്ല നടക്കുന്നുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് വലിയ ഭീഷണികൾ നേരിടുന്നു എന്നിവ തന്നെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായിട്ട് തന്നെ രാജ്യത്തെ ജനതയോട് പറഞ്ഞിരിക്കുന്നത്.